കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റ് വിജയിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയാണ് ഒരു സീറ്റ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. നേമം സീറ്റാണ് BJP വിജയിച്ചു കഴിഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ മണ്ഡലത്തിൽ നിന്നുള്ള BJPയുടെ സ്ഥാനാർത്ഥി കേരളത്തിന്റെ നിയമസഭയിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല. 100% ഉറപ്പോടുകൂടിയാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. ആ സീറ്റ് ഏതെന്ന് ചോദിച്ചാൽ ആ സീറ്റ് മറ്റൊന്നുമല്ല, ആ സീറ്റാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഉറപ്പോടുകൂടി ആ സീറ്റ് BJP വിജയിച്ചു എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആ സീറ്റിൽ മത്സരിക്കാൻ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിൽ നിന്ന്, പ്രത്യേകിച്ച് CPM-ൽ നിന്നും UDF-ൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും ആളില്ല എന്നതാണ് അവസ്ഥ. നേമം സീറ്റിൽ മത്സരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെയും ഇടതുപക്ഷത്തിലെയും ആളുകൾക്ക് ഭയമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ നേമത്തെ ജനങ്ങൾ ഇതിനകം തന്നെ വിജയം സുനിശ്ചിതമാക്കി കഴിഞ്ഞിരിക്കുന്നു. നേമത്തെ BJP പ്രവർത്തകർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ദിനത്തിൽ ആദ്യമായി താമര വിരിയാൻ പോകുന്നത് നേമത്താണ് എന്നുള്ളത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി കഷ്ടിച്ച് നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയതാണ്, കേവലം 3800 വോട്ടുകൾക്ക്. എന്തുകൊണ്ടാണ് ആ വിജയം എന്നുള്ളത് ഏവർക്കും അറിയാം. തൊട്ട് 2ാം സ്ഥാനത്ത് വന്നത് കുമ്മനം രാജശേഖരനാണ് BJPയുടെ. അപ്പോൾ അക്കുറി UDF-ന് വേണ്ടി മത്സരിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും ജനകീയനായ നേതാവ് K മുരളീധരനാണ്. 36,000-ലധികം വോട്ടുകളാണ് K മുരളീധരൻ നേടിയത്. അപ്പോൾ തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നേടിയ വോട്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെറും 13,000 വോട്ടാണ് തൊട്ടു മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നേടിയത്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ 23,000-ലധികം വോട്ടാണ് UDF-ന് വേണ്ടി K മുരളീധരൻ വർദ്ധിപ്പിച്ചത്. ആ 23,000 വോട്ട് UDF നേടിയപ്പോൾ അതിൽ കുറെ വോട്ടുകൾ BJPക്ക് ലഭിക്കുമായിരുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയി. അതുകൊണ്ടാണ് കഷ്ടിച്ചൊരു വിജയം ശിവൻകുട്ടിക്ക് കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞത്. അതിന് തൊട്ടു മുൻപത്തെ വർഷം O രാജഗോപാൽ വിജയിച്ചത് 8,900 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇക്കുറി ശിവൻകുട്ടി നേമത്ത് മത്സരിക്കാനുള്ള സാധ്യത വിരളമാണ്. മത്സരിച്ചാലും പഴയ പ്രതാപമൊന്നും ശിവൻകുട്ടിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. 2, UDF-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് തലമുതിർന്ന ഒരൊറ്റ നേതാവും നേമത്ത് മത്സരിക്കാൻ തയ്യാറല്ല. VD സതീശനെ വരെ ശിവൻകുട്ടി വെല്ലുവിളിച്ചു. ശിവൻകുട്ടിയുടെ വെല്ലുവിളിയെ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് VD സതീശൻ തള്ളിക്കളഞ്ഞു. ഇനി നേമത്ത് വന്ന് മത്സരിച്ച് ഒരു ചാവേറാകാൻ താനില്ല എന്ന് VD സതീശൻ പച്ചയ്ക്ക് പറഞ്ഞു. എന്നിട്ടോ ശിവൻകുട്ടിയെ പറവൂരിലേക്ക് മത്സരിക്കാൻ VD സതീശൻ വെല്ലുവിളിച്ചു എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. ശശി തരൂരിനോട് മത്സരിക്കാൻ പാർട്ടിയുടെ ഹൈക്കമാൻഡ് പറഞ്ഞു. ശശി തരൂരും അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു. രമേശ് ചെന്നിത്തലയോട് നിർദ്ദേശിച്ചു. രമേശ് ചെന്നിത്തല കൊന്നാൽ നേമത്തേക്ക് വരാൻ സാധ്യതയില്ല. പിന്നെ ആരാണുള്ളത്? VS ശിവകുമാറിനോട് പറഞ്ഞാൽ VS ശിവകുമാർ നേമത്ത് മത്സരിക്കില്ല. തലയെടുപ്പുള്ള തലമുതിർന്ന 10 ആൾ അറിയുന്ന ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും നേമം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇത് കോൺഗ്രസിന്റെ അവസ്ഥ. മറുഭാഗത്ത് LDF-ന്റെ അവസ്ഥയോ? CPM-ന്റെ സീറ്റാണ്. ശിവൻകുട്ടി മത്സരിച്ചില്ലെങ്കിൽ പിന്നെ മത്സരിക്കാൻ തലയെടുപ്പുള്ള ഏത് CPM നേതാവുണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. DYFI-യുടെ ഒക്കെ ഏതെങ്കിലും നേതാക്കന്മാർ മത്സരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും MLA, സിറ്റിംഗ് MLA-മാർ, മറ്റേതെങ്കിലും നിയോജക മണ്ഡലത്തിലെ CPM-ന്റെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കണം. അതിനും സാധ്യതയില്ല. അല്ലെങ്കിൽ പൊതുസമ്മതനായ ഒരാളെ നേമത്ത് മത്സരിപ്പിക്കാൻ CPM തയ്യാറാകണം. അതിനുള്ള സാധ്യതയും വിരളമാണ്. ശിവൻകുട്ടി കഴിഞ്ഞാൽ നേമത്ത് മണ്ഡലത്തിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരാളെ പോലും CPM-ൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം.
ചില ട്രോളുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങി. കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന CPM-ന്റെ പെൺപുലി അവരെ മട്ടന്നൂരിൽ നിന്ന് എത്തിച്ച് നിയമത്തെ മത്സരിപ്പിക്കാൻ ആ ഒരു വെല്ലുവിളി പോലും ഏറ്റെടുക്കാൻ ശൈലജ ടീച്ചർ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മട്ടന്നൂരോ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും കോട്ട പോലെയുള്ള മണ്ഡലമല്ല നിയമം ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ഡലമാണ്. RSSന് BJPക്ക് ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള അടിവേരുള്ള ഒരു മണ്ഡലമാണ് നിയമം. അതുകൊണ്ട് തന്നെ നിയമത്തിക്കുറി ഇനി CPM-ന്റെ ഏതെങ്കിലുമൊക്കെ നേതാവ് വന്നാൽ പോലും BJPയുടെ വിജയം സുനിശ്ചിതമാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേമത്ത് BJP പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. RSSന്റെ വളരെ ശക്തമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് നേമത്ത് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വോട്ട് നേട്ടമാണ് നേമത്ത് BJP നേടിയത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലായി CPM രംഗത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പെൺപുലിയെയാണ്. മറ്റാരുമല്ല, അവരുടെ തിരുവനന്തപുരം മേയറായിരുന്ന കുട്ടി മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെയാണ്. ആര്യ രാജേന്ദ്രൻ മാത്രമാണ് ഇനി CPM-ന് ആകെ നേമത്ത് പരീക്ഷിക്കാൻ അവശേഷിക്കുന്നത്. ആര്യ രംഗത്തിറക്കിയാൽ രാവിലെ 8:45 മണിക്ക് തന്നെ നേമം നിയോജക മണ്ഡലത്തിലെ റിസൾട്ട് ഏറെക്കുറെ മനസ്സിലാക്കാനാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സീറ്റിലെ റിസൾട്ടിന് ഇനി പ്രസക്തിയില്ല. ഒരു സീറ്റിൽ വിജയം ഏറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സീറ്റിന്റെ വിജയം ഇപ്പോൾ തന്നെ നമുക്ക് പ്രഖ്യാപിക്കാം. ആ സീറ്റ് നേമം നിയോജക മണ്ഡലത്തിലേതാണ്.